ഹലോ, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 7-ാം മാസം പ്രഗ്നൻ്റാണ്. 7 മാസമായി പ്രഗ്നൻ്റായിട്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രഗ്നൻറ്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നവർക്കായിരിക്കും ഈ വീഡിയോ ഏറ്റവും ഉപകാരപ്രദമായിട്ടിരിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവരോട്. എനിക്ക് ഒരു 5 മാസം, ആദ്യ മാസം തൊട്ടേ ഒരു 5 മാസം ഭയങ്കര ഛർദിയായിരുന്നു. അത് ഞാൻ എങ്ങനെയാണ് കവർ ചെയ്ത് വന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. 5-ാം മാസം സ്കാനിങ്ങിന് പോയിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇരിക്കാനും പറ്റുന്നില്ല, കിടക്കാനും പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോയി നോക്കി, തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയി നോക്കിയപ്പം ബ്ലഡ് കുറവാണ്, BP കുറവാണ് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ വന്നതിലൊന്നും എനിക്ക് അത്ഭുതമൊന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മാതിരി ഛർദിയായിരുന്നു 5 മാസം. അപ്പം ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, പ്രഗ്നൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ ബ്ലഡിൻ്റെ അളവൊന്ന് നോക്കുക. എന്നുവെച്ചാൽ നിങ്ങളതിന് പ്രിപ്പയർ ആവണം. പ്രഗ്നൻ്റ് ആയതിനു ശേഷം ചിലർക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് തീരെ ഉണ്ടാവില്ല, ചിലർക്ക് കുറച്ച് നോർമലായിരിക്കും. പക്ഷേ നമുക്ക് ഭയങ്കര വോമിറ്റിംഗ് ഉള്ള സമയത്ത് നമ്മളെ കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ കൊള്ളില്ല. ഇതാരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, ഇതാണ് സത്യാവസ്ഥ. നമ്മളെ അടുത്തുള്ളവരൊക്കെ പറയും, ഭക്ഷണം കഴിക്കി, ഛർദ്ദിച്ചാൽ കുഴപ്പമില്ല, പിന്നെയും കഴിക്കി എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് പറ്റില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അമ്മാതിരി ഛർദിയിലും ടയേർഡ്നെസ്സിലും ഒന്ന് എണീക്കാൻ പോലും എനിക്ക് ബലമില്ലാത്തത്ര എനിക്ക് ഛർദിയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുന്നേ നല്ല പോലെ ഭക്ഷണം കഴിക്കും. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ്, ഇത് 3-ാമത്തെ വർഷം പ്രഗ്നൻ്റായി. ഇപ്പോൾ 7-ാമത്തെ മാസമായല്ലോ, 3-ാമത്തെ വർഷമാണിത്. വീട്ടിൽ തന്നെയായിരുന്നു, നല്ല പോലെ ഫുഡ് കഴിക്കും. ദിവസം പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കും. ദിവസം ഓരോ ഫ്രൂട്ട്സും പിന്നെ നട്ട്സൊന്നും അത്രയും ഞാൻ കഴിച്ചിട്ടില്ല പ്രഗ്നൻസിക്ക് മുന്നേ. ഇറച്ചിയും മീനും പച്ചക്കറിയും എല്ലാം ധാരാളം കഴിക്കും. അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ എനിക്ക് ബ്ലഡിൻ്റെ ലെവൽ കറക്റ്റായിരുന്നു. വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം. 11.45 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. 11 പോയിൻ്റ് അത്ര പോലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് കല്യാണത്തിന് മുന്നേ ബ്ലഡ് കുറവായിരുന്നു. മുഖം എപ്പോഴും വെളുത്ത്, എന്താ പറയുക, ഒരു വിളർച്ച ഉണ്ടാവില്ലേ, അങ്ങനെയായിരിക്കും. എന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന തിരക്കും, ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാനതെല്ലാം കവർ ചെയ്തെടുത്തു. എനിക്ക് കല്യാണത്തിന് മുമ്പേ BP എപ്പോഴും കുറവാണ്. കല്യാണത്തിന് ശേഷം എനിക്ക് ആ പ്രശ്നമില്ല, കൂടുതലായിട്ടില്ല, പക്ഷേ നോർമലായിരിക്കും എപ്പോഴും. ഇതൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ഏത് പെൺകുട്ടികളാവട്ടെ സ്ത്രീകളാവട്ടെ, അവർ നിർബന്ധമായിട്ടും നല്ല പോലെ ഭക്ഷണം കഴിക്കണം. എന്നും ഒരു ഫ്രൂട്ട്സ് കഴിക്കണം. പിന്നെ അയണും പ്രോട്ടീനും കാൽസ്യമുള്ള ഭക്ഷണങ്ങൾ പരമാവധി കഴിക്കുക. നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ നമുക്ക് എന്ത് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുമല്ലോ. കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ എത്ര വേണമെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇത് പറയുന്നത്. ബ്ലഡിൻ്റെ അളവും BP പിന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ എപ്പോഴും ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും. അത് നമുക്ക് ഒന്നും പറയാനില്ല അതിൽ. ഷുഗറും ബ്ലഡിൻ്റെ അളവും പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ നോക്കണം. ബ്ലഡ് കുറവാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കൂട്ടാനുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും നമ്മൾ കഴിക്കുക. കഴിച്ച് ബ്ലഡ് കൂട്ടിയേ പറ്റൂ.
ഇത് നിർബന്ധമായിട്ടും പ്രഗ്നൻസിക്ക് മുന്നേ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആവണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി അതിന് ശേഷം ചിലപ്പം ഓക്കെ ആയിരിക്കും, ചിലപ്പം ഭയങ്കര മോശമായിരിക്കും. അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഞാൻ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചത് മാത്രമേ എന്നെ ഇത്രയും ദൂരം ഈ 7ാം മാസം വരെ എന്നെ എത്തിച്ചിട്ടുള്ളൂ. 1ാം മാസം തൊട്ട് ഞാൻ ഒരു വക സാധനം ഞാൻ കഴിച്ചിട്ടില്ല 5ാം മാസം വരെ. ഇപ്പോൾ കുറച്ച് ഛർദി കുറച്ച് കുറഞ്ഞത് കൊണ്ട് വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറ്റുന്ന പോലെ ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻ്റ് ആയ സ്ത്രീകളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഛർദിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഞാനിനി ജീവിതത്തിൽ ആരെയും ഛർദിച്ചോ സാരില്ല കുറച്ച് ഭക്ഷണം കഴിക്കി എന്ന് ഞാൻ പറയില്ല. ചമ്മാരി ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ്. ഇതിന് മുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേച്ചിമാരാവട്ടെ അല്ലെങ്കിൽ അറിയുന്ന ചേച്ചിമാരാവട്ടെ അവരൊക്കെ പ്രഗ്നൻ്റ് ആയപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് നോർമൽ ഛർദിയാണ്. എൻ്റെ അത്രയൊന്നും അവർക്ക് ഇല്ല എന്ന് തന്നെ പറയാം. അവരെന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെപ്പോലെ ഛർദിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലഡിൻ്റെ അളവ് നോക്കുക. എന്നുവെച്ചാൽ പ്രഗ്നൻസിയിൽ കുറേ കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ഒന്നും അല്ല. അതാണ് സത്യാവസ്ഥ. ഓരോരുത്തരുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത്. പിന്നെ ആരോഗ്യസ്ഥിതിയും. ഛർദി ഇല്ലാത്ത കുറേ പേര് ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ ഛർദി ഉള്ളവരാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ ഛർദിനെ കുറിച്ച് മെയിൻ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഛർദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വക കഴിക്കാൻ പറ്റുന്നില്ല. ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കഴിക്കുന്നവർക്ക് കഴിക്കട്ടെ, അത്രയും ഹാപ്പി. ഛർദി ഇല്ലാത്തവർ അതിനെക്കാട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഛർദി വരാൻ നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഒന്നും പറയാൻ കഴിയില്ല. നമുക്ക് ഛർദി ഉണ്ടാവുമോ, അത് നോർമലായിരിക്കുമോ, ഭയങ്കര ഭീകരമായിരിക്കുമോ, അതോ ഛർദിയേ ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കുമോ, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ബ്ലഡിൻ്റെ അളവ് നല്ല പോലെ കൂട്ടുക. പ്രഗ്നൻസിക്ക് മുന്നേ മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ബ്ലഡിൻ്റെ ലെവൽ എത്ര ഉണ്ടെന്ന് ആശുപത്രിയിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ തന്നെ ഷുഗറും അതിൻ്റെ അളവും നമുക്ക് കിട്ടുന്നതാണല്ലോ ബ്ലഡ് ടെസ്റ്റ് കൂടെ. കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ബ്ലഡ് കൂട്ടാൻ ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. നമ്മളെ കുട്ടിയാണല്ലോ, നമ്മളെ കുട്ടീനെ നല്ല ആരോഗ്യമായിട്ടും എന്താ പറയുക, നമ്മളെ കുട്ടിക്ക് വേണ്ടി നമുക്ക് എല്ലാം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അടുത്തുള്ളവർ പറയും, നമ്മുടെ വീട്ടിലുള്ളവർ പറയും. പക്ഷെ ഛർദിയുള്ള ഒരു സ്ത്രീക്ക് ഇത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഛർദി ഉണ്ടെങ്കിൽ ഞാൻ ഛർദിച്ചിട്ട് പിന്നെയും കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. എന്നുവെച്ചാൽ നമുക്ക് 1-2 പ്രാവശ്യം ഛർദിക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുണ്ടാവും. പ്രഗ്നൻസീൻ്റെ സ്റ്റാർട്ടിങ് ആവട്ടെ അല്ലെങ്കിൽ എൻഡിങ് കുറേ വീഡിയോസൊക്കെ ഉണ്ട്. പിന്നെ ഡെലിവറി എങ്ങനെയാണ്, അതിൻ്റെ പെയിൻ എങ്ങനെയാണ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്തിനെ കുറിച്ചാവട്ടെ, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ വീഡിയോസ് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ദയവ് ചെയ്തിട്ട് ബ്ലഡിൻ്റെ അളവ് നിങ്ങൾ കൂട്ടുക. നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആയിട്ട് വെക്കുക. ഒരു പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡിൻ്റെ അളവും ഷുഗറും എല്ലാം ലെവലാക്കി വെക്കണം. ബ്ലഡ് ഒരു 13 പോയിൻ്റ് വരെ ഉണ്ടാവണം എന്ന് തോന്നുന്നു. അതാണ് മാക്സിമം എന്ന് എനിക്ക് തോന്നുന്നു.
എനിക്ക് 11 പോയിൻ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ 3-ാം മാസം സ്കാൻ ചെയ്യുമ്പോൾ. 5-ാം മാസം സ്കാൻ ചെയ്ത് വന്നു. പിന്നെ കുറച്ച് ദിവസങ്ങളായി ഭയങ്കര ക്ഷീണം. പിന്നെയും പോയി ആശുപത്രിക്ക്. ഞാൻ 1-ാം മാസം തൊട്ട് 5-ാം മാസം ഏകദേശം പകുതിയായി അതുവരെയും ഒരു ഗ്ലൂക്കോസ് പോലും ട്രിപ്സ് പോലും ഞാൻ ഒന്നും കയറ്റിയിട്ടില്ല. അമ്മാതിരി ഛർദിയായിരുന്നു. പിന്നെ എന്ത് ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഛർദി മാറുന്നില്ല. ഛർദിക്ക് അവർ ഗുളിക തരുമല്ലോ. ഗുളിക കഴിച്ചിട്ട് എനിക്ക് ഛർദി മാറുന്നില്ല. അപ്പോൾ അവിടുത്തെ 3-ാം മാസം സ്കാനിങ് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഭയങ്കര ക്ഷീണമുണ്ട്, കാണാനും ശരി ബോഡി ഭയങ്കര ക്ഷീണമായി വരുന്നുണ്ട്, ഭയങ്കര വോമിറ്റിങ് ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു ഗ്ലൂക്കോസ് കയറ്റിക്കോ, ട്രിപ്സ് ഇടാൻ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിൽ വേണ്ട, ഇത് ചിലപ്പോൾ 3 മാസം വരെ ചിലപ്പോൾ 4 മാസം വരെ എല്ലാം ഉണ്ടാവുള്ളൂ, അതിന് ശേഷം ഓക്കെ ആവും എന്ന് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആരോഗ്യസ്ഥിതിനെ കുറിച്ച് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തീരെ ആരോഗ്യം ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ആരോഗ്യമുള്ള കുട്ടിയാണെന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഞാൻ കഴിച്ച ഫുഡും പിന്നെ നമ്മൾ ചില പണികളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഇത്ര ആരോഗ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചുമ്മാ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ വിചാരിച്ചു പോവും, ഇനി ഒരു 4 മാസം ഇങ്ങനെ തന്നെ പോവും, ട്രിപ്സൊന്നും കയറ്റണ്ട. പിന്നെ എനിക്ക് ഛർദി കൂടുതലായതുകൊണ്ട് ട്രിപ്സ് കയറ്റാൻ ഒരു പേടിയായിരുന്നു. ട്രിപ്സ് കയറ്റിയിട്ടെങ്ങാനും ഇനി ഛർദി കൂടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 4-ാം മാസം വരെയും കയറ്റിയില്ല. പിന്നെ എനിക്ക് പറ്റുന്നില്ല. 5-ാം മാസം പകുതിയായി, ഏകദേശം 6-ാം മാസത്തിൻ്റെ അടുത്തായി, പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പോയി എന്തായാലും വേണ്ടില്ല ട്രിപ്സ് കയറ്റണം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ ഞാൻ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ല. ഡോക്ടറിന് പറഞ്ഞു ബ്ലഡ് വളരെ കുറവാണ്, പിന്നെ ബി പിയിലും വേരിയേഷൻ വരുന്നുണ്ട്, ഏകദേശം BP കുറവായിരുന്നു, 2 ബോട്ടിൽ ഗ്ലൂക്കോസ് കയറ്റണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ബോട്ടിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, 2 ബോട്ടിൽ. രാവിലെ പോയി വൈകിട്ടായിരുന്നു ഡിസ്ചാർജ് ആയത്. അപ്പോൾ പക്ഷേ ട്രിപ്സ് കയറ്റിയതിന് ശേഷം എനിക്ക് ഒരു 2-3 ദിവസം ഭയങ്കര എനർജി എന്ന് പറയാൻ പറ്റില്ല. പ്രഗ്നൻസീൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേക ക്ഷീണമുണ്ടല്ലോ. അപ്പോൾ ഭയങ്കര എനർജി പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ ട്രിപ്സ് കയറ്റുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്ന എൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ല. പോയി കിടക്കും, ഭക്ഷണം കഴിക്കാൻ പോലും എനിക്കിങ്ങനെ എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെയായിരുന്നു സ്ഥിതി. അപ്പോൾ ഗ്ലൂക്കോസ് തീരെ, ഞാനും അതന്നെ പറയുന്നത്, എന്നെപ്പോലെ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗ്ലൂക്കോസ് കയറ്റിക്കോ, ഒരു ട്രിപ്സെങ്കിലും കയറ്റുന്നതായിരിക്കും നല്ലത്. കുറച്ച് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഛർദി ഭയങ്കര കൂടുതലുള്ളവർ എന്നുവെച്ചാൽ നമ്മൾ ക്ഷീണമാവും തോറും എനിക്ക് തോന്നുന്നു ചിലർക്ക് BP കൂടും, ചിലർക്ക് BP കുറയും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ BPൻ്റെ പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രഗ്നൻസിയിൽ ഉള്ളവരോട് തുടക്ക മാസമൊക്കെ ആണെങ്കിൽ ഞാൻ പറയാം, ഛർദി എങ്ങനെയുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എനിക്കത് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഛർദി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, നമുക്കത് കവർ ചെയ്തെടുക്കാൻ പറ്റും. എന്നെക്കൊണ്ട് തന്നെ കവർ ചെയ്ത് വരാൻ പറ്റി. പക്ഷെ അമ്മാതിരി ഛർദിയായിരുന്നു. ഛർദി എന്ന് വെച്ചാൽ എക്സ്ട്രീം ഛർദിയായിരുന്നു. എനിക്കത് എങ്ങനെ വാക്കുകൊണ്ട് പറയണമെന്ന് അറിയുന്നില്ല. എക്സ്ട്രീം ഛർദിയായിരുന്നു. അപ്പം പറ്റും, എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കൊണ്ടും പറ്റും എന്നുള്ളത് എൻ്റെ വിശ്വാസം. ഒന്നിനും പേടിക്കേണ്ട. നമ്മളെ കുട്ടിയല്ലേ, നമ്മൾ ഉറപ്പായിട്ടും 10-ാം മാസം വരെ അല്ലെങ്കിൽ 9-ാം മാസം വരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പ്രസവിച്ചെടുക്കും. ഛർദി എക്സ്ട്രീം ഛർദിയാണെങ്കിലും ഞാൻ പറയട്ടെ, ഒരു 6-ാം മാസം ആകുമ്പോൾ കുറച്ച് കുറയാൻ തുടങ്ങും. ഒരു
4 മാസം വരെ ഭയങ്കര ഛർദിയാണ് എന്നുണ്ടെങ്കിലും 5-ാം മാസം ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു 2 പ്രാവശ്യം കുറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4-ാം മാസം ഒരു 7-8 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ഛർദ്ദിക്കുന്നതെന്ന് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5-ാം മാസം ആകുമ്പം അതൊന്ന് 2 പ്രാവശ്യം കുറയും. 6-ാം മാസം ആകുമ്പം അതൊന്ന് ഒരു 2-3 പ്രാവശ്യം കുറയും. ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത് പറയുന്നത് ഈ 4 മാസം ഈ കുറയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ലേ, ആ ഒരു 4 മാസത്തിന് മുന്നേ ഒരു 3 മാസം വരെ ചിലപ്പോൾ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിന് മുന്നേ ഉള്ള നമ്മളെ ബ്ലഡിലുള്ള പോഷകങ്ങളാണ് നമ്മളെയും നമ്മളെ കുട്ടീനെയും ആ 3 മാസം ഹെൽത്തി ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറയുകയാണ്, എനിക്കെന്താ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം. ഇത് അറിയാത്തതെന്നല്ല, നമ്മൾ ഓരോന്നും വഴിയാണ് പഠിക്കുന്നത്. എനിക്കിത് പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്കത് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ബ്ലഡ് ലെവൽ ഉറപ്പായിട്ടും കൂട്ടുക. നമുക്ക് വേറൊരാളുടെ ബ്ലഡ് കയറ്റേണ്ട ഒരവസ്ഥയിലേക്ക് എത്താണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും അതല്ലേ ആഗ്രഹം. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രഗ്നൻസിയിലുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുക. ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എനിക്കും ഇപ്പോൾ ഭയങ്കര ക്ഷീണം തന്നെയാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.